Good evening all. Welcome to Civilians Classes. 2020 സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ലൈം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലൈം? നമുക്കറിയാം ലൈം എന്ന് പറയുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലേ. ഏൻഷ്യൻ ടൈംസ് മുതലേ പല ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ്, ഫോർട്ട്സ്, ടെമ്പിൾസ്, അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് എല്ലാം ലൈമായിരുന്നു സിമെൻറ്റിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് സിമെൻറ്റിൻ്റെ ഇൻവെൻഷന് ശേഷം ലൈം അധികം കൺസ്ട്രക്ഷൻ പർപ്പസിനൊന്നും നമ്മൾ ഉപയോഗിക്കാണ്ടായി അല്ലേ. ലൈമിന് പകരം പിന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചത് സിമെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയോ റീസൺസ് കൊണ്ടാണ് ആ ഒരു റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചിരുന്നത്. അപ്പോൾ അത് എന്തൊക്കെ റീസൺസ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈം ആണെങ്കിൽ ഒരുപാട് ഡ്യൂറേഷൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. സിമെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈം കാൺ ബി സ്റ്റോർഡ് ഫോർ ലോങ് ഡ്യൂറേഷൻ. സോ അതാണ് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ ആണ് ലൈം ടേക്സ് മോർ ടൈം ടു സെറ്റ് വെൻ കമ്പയർഡ് ടു സിമെൻറ്റ്. സിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈം ഒരുപാട് സമയമെടുത്താണ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തെ റീസൺ ലെസ് സ്ട്രെങ്ത്. ലൈം ഗീവ്സ് ലെസ് സ്ട്രെങ്ത് വെൻ കമ്പയർഡ് ടു സിമെൻറ്റ്. സിമെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവാണ്. സോ ഈ മൂന്ന് റീസൺസ് കാരണമാണ് ഇപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ നമ്മൾ ലൈമിൻ്റെ യൂസ് തീരെ ഇല്ല എന്നല്ല, ലൈം ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ലൈം മോട്ടാർസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാലും ലൈമും സിമെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ മൂന്ന് റീസൺസ് ആണ്. ഓക്കെ, അപ്പോൾ ലൈം ഒരുപാട് ടൈം എടുത്താണ് സെറ്റ് ചെയ്യുന്നത്. ലൈം ഒരുപാട് ഡ്യൂറേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ലൈം ഗീവ്സ് ലെസ് സ്ട്രെങ്ത് വെൻ കമ്പയർഡ് ടു സിമെൻറ്റ്. അപ്പോൾ ഇതാണ് ലൈമും സിമെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈം എന്ന് പറയുന്നത് ഫ്രീ സ്റ്റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് അല്ല. അതായത് ലൈമായിട്ട് തന്നെ നമുക്ക് നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ല. നമുക്ക് ലൈമായിട്ട് കിട്ടത്തില്ല. ലൈം എന്തിൽ നിന്നോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ലൈം ഈസ് നോൺ ആസ് ലൈം സ്റ്റോൺ. ഇപ്പം ലൈം നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ലൈമിൻ്റെ റോ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോണിൽ നിന്നാണ് ലൈം നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ലൈം എന്ന് നോക്കാം. നമുക്ക് ലൈം സ്റ്റോൺ ഹിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സീ ഷെൽസിൽ നിന്ന് നമുക്ക് ലൈം കിട്ടാറുണ്ട്, കോറൽസ്, അതുപോലെ തന്നെ ഓൾഡ് റിവേഴ്സിൻ്റെ ബെഡിൽ നിന്ന്, പിന്നെ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, ഇങ്ങനെ പല സോഴ്സസിൽ നിന്ന് നമ്മൾ ലൈം കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ലൈം ഫ്രീ സ്റ്റേറ്റിൽ അവൈലബിൾ ആയിട്ട് നേച്ചറിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ലൈം സ്റ്റോണുകളിൽ നിന്നാണ് നമ്മൾ ലൈം മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു ലൈം എന്ന് പറയുന്നത്. ഈ ലൈം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥിരം ഓവർസിയർ അതുപോലെയുള്ള എക്സാംസിനെല്ലാം സ്ഥിരം ഒരു ചോദ്യം ലൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സെക്ഷനാണ് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ലൈമിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ PSC എക്സാമിന് സ്ഥിരമായിട്ട് ലൈമിൽ നിന്ന് ചോദിക്കുന്നത് ലൈമിൻ്റെ ടെക്നിക്കൽ ടേംസിൽ നിന്നാണ്. അപ്പോൾ നമുക്കൊരു 5 ടെക്നിക്കൽ ടേംസ് ലൈമിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കാൽസിനേഷൻ. ആദ്യത്തെ ടെക്നിക്കൽ ടേം ആണ് കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ? കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ടു ഇറ്റ്സ് റെഡ്നെസ് നേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിൽ ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. സോ പ്രോസസ് ഓഫ്
heating of limestone to its redness nature in the presence of air. എയറിൻ്റെ പ്രസൻസിൽ ലൈംസ്റ്റോണെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ലൈംസ്റ്റോൺ? കെമിക്കലി ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ആ ഒരു കെമിക്കൽ ഫോമുല എഴുതാം. അതിൻ്റെ കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ കാൽസിനേറ്റ് ചെയ്യുമ്പോൾ കാൽസിനേഷൻ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ലൈം എന്ന് പറയുന്നത്. അതാണ് CaO, കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. സോ ഈ കാൽസിനേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 800 ഡിഗ്രി സെൽഷ്യസ്. 800 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ലൈംസ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് കാൽഷ്യം ഓക്സൈഡ്. എന്താണിത്? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. ഈ കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം. ഈ കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം. സോ ലൈംസ്റ്റോൺ കാൽസിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്യുക്ക് ലൈം എന്ന് നോക്കാം. ക്യുക്ക് ലൈം ഈസ് ദ പ്രോഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ. പ്യുവർ ലൈംസ്റ്റോൺ കാൽസിനേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. സോ എന്താണ് ക്യുക്ക് ലൈം എന്ന് നോക്കാം. ക്യുക്ക് ലൈം അതിൻ്റെ ഫോമുല CaO ആണ്. ക്യുക്ക് ലൈം എന്ന് പറയുന്നത് CO, കാൽഷ്യം ഓക്സൈഡ് ആണ്. Product, it is a product left after the calcination of pure limestone. ഇങ്ങനെ തന്നെ PSC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദ അല്ലെങ്കിൽ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? ക്യുക്ക് ലൈം ആണ്, കാൽഷ്യം ഓക്സൈഡ്. ഇനി ഈ ക്യുക്ക് ലൈം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ക്യുക്ക് ലൈമിനെ വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റിക് ലൈം. ഓൾസോ നോൺ ആസ് കോസ്റ്റിക് ലൈം. ഓൾസോ നോൺ ആസ് കോസ്റ്റിക് ലൈം എന്തെന്നും വിളിക്കാറുണ്ട്? കോസ്റ്റിക് ലൈം എന്നും വിളിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. ക്യുക്ക് ലൈം കംസ് ഔട്ട് ഓഫ് ദ കിൽ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്യുക്ക് ലൈം വിച്ച് കംസ് ഔട്ട് ഓഫ് ദ കിൽ ഈസ് നോൺ ആസ് ലംപ് ലൈം. എന്താണ് അതിനെ വിളിക്കുന്നത്? ലംപ് ലൈം. സോ ക്യുക്ക് ലൈം comes out of the kill is known as lump lime. കില്ലിന് പുറത്തേക്ക് വരുന്ന ക്യുക്ക് ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലംപ് ലൈം. സോ ക്യുക്ക് ലൈം എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ ആൻഡ് ദിസ് ക്യുക്ക് ലൈം ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റിക് ലൈം. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ക്യുക്ക് ലൈം കംസ് ഔട്ട് ഓഫ് ദ കിൽ ഈസ് നോൺ ആസ് ലംപ് ലൈം. സോ ഇതാണ് ക്യുക്ക് ലൈമിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഈ ക്യുക്ക് ലൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗ്രേറ്റർ അഫിനിറ്റി ടുവേർഡ്സ് മോയ്സ്ചർ. മോയ്സ്ചറായിട്ട് ഗ്രേറ്റർ അഫിനിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ക്യുക്ക് ലൈം എന്ന് പറയുന്നത്, അതായത് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെക്നിക്കൽ ടേം ആണ് സ്ലേക്കിംഗ്.
രണ്ടാമത്തെ ടെക്നിക്കൽ ടേമാണ് സ്ലേക്കിംഗ്. ഇപ്പം എന്താണ് സ്ലേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ക്വിക്ലൈം ഇൻ ടു ഇറ്റ്സ് ഹൈഡ്രേറ്റഡ് ഫോം വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ഇറ്റ്. അതായത് ക്വിക്ലൈമിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ക്വിക്ലൈം എന്ത് ഫോമിലേക്ക് കൺവേർട്ടഡ് ആവും? അതിൻ്റെ ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ടഡ് ആവും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ the process of converting quicklime into its hydrated form when water is added to it. വെള്ളം ക്വിക്ലൈമിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ആവും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ക്വിക്ലൈം നമുക്ക് കിട്ടിയല്ലേ, കാൽഷ്യം ഓക്സൈഡ് പ്ലസ് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ലേക്കഡ് ലൈം. ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? സ്ലേക്കഡ് ലൈം, ഓർ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഹൈഡ്രേറ്റഡ് ലൈം. ഹൈഡ്രേറ്റഡ് ലൈം. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ അല്ലെങ്കിൽ സ്ലേക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം. ഓക്കെ, ഇനി ഇപ്പോൾ സ്ലേക്കിങ്ങിനകത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എത്ര എമൗണ്ട് ആണ് ഒരു നോർമൽ സ്ലേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം നോക്കാം. സോ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ നോർമൽ സ്ലേക്കിംഗ് അതെന്ന് പറയുന്നത് 32% ഓഫ് ദ ഡ്രൈ വെയ്റ്റ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 32% വെള്ളമാണ് നമ്മൾ നോർമൽ സ്ലേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫീൽഡിൽ വരുമ്പോൾ അതെന്ന് പറയുന്നത് 2 to 3 ടൈംസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ആണ്. സോ ഫീൽഡ് കണ്ടീഷൻ ക്വസ്റ്റനിൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ അപ്പം എന്തായിരിക്കും? 2 to 3 ടൈംസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് എന്നായിരിക്കും. Okay, so amount of water required for normal slaking. Amount of water required for normal slaking. It's 32% of dry weight of calcium oxide. 32% of dry weight of calcium oxide അല്ലെങ്കിൽ 2 to 3 times calcium oxide. അത് എവിടെയാണ്? ഇൻ ഫീൽഡാണ്. ഫീൽഡ് കണ്ടീഷനിലാണ് ഈ 2 to 3 times of calcium oxide എന്ന് പറയുന്നത്. So this is the amount of water required for normal slaking. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി സ്ലേക്കിങ്ങിനകത്ത് പഠിക്കാനുണ്ട്. ഈ 2 to 3 ടൈംസിനെക്കാളും കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതൊരു പോറബിൾ സസ്പെൻഷൻ്റെ ഫോമിലേക്ക് മാറും അല്ലേ? ലൈം പോറബിൾ സസ്പെൻഷൻ്റെ ഫോമിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഈസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. സ്ലേക്കഡ് ലൈമിൻ്റെ പോറബിൾ സസ്പെൻഷനെ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. ആ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 to 3 ടൈംസിനെക്കാളും കൂടുതൽ വെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലേക്കഡ് ലൈം ഒരു പോറബിൾ സസ്പെൻഷൻ്റെ ഫോമിലേക്ക് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. സോ പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിൽക്ക്
മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത്. മിൽക്ക് ഓഫ് ലൈം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്കൽ ടേമിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതെന്തായിരുന്നു? സ്ലേക്കിംഗ്. ഇനി അടുത്ത ഒരു ടേമാണ്, അടുത്ത ടെക്നിക്കൽ ടേമാണ് ഹൈഡ്രോളിസിറ്റി. തേർഡ് വൺ ഈസ് ഹൈഡ്രോളിസിറ്റി. എന്താണ് ഈ ഹൈഡ്രോളിസിറ്റി? ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് ലൈം ടു ഹാർഡൻ ഇൻ ഡാം കണ്ടീഷൻ. അതായത് വെള്ളത്തിൻ്റെ പ്രസൻസിൽ, അതുപോലെ തന്നെ എയറിൻ്റെ ആബ്സെൻസിൽ, വെള്ളത്തിൻ്റെ പ്രസൻസിലും എയറിൻ്റെ ആബ്സെൻസിലും ഹാർഡൻ ചെയ്യാനുള്ള ലൈമിൻ്റെ എബിലിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത്. So it is the ability of the lime to harden in damp condition. That means in the presence of moisture and in the absence of air. So hydrolicity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the ability of lime to harden in damp condition. That means എന്താണ്? In the presence of moisture and in the absence of air. In the presence of moisture and in the absence of air. സോ ഈ പ്രോപ്പർട്ടി ഓഫ് ലൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈഡ്രോളിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹൈഡ്രോളിസിറ്റിയിൽ ഒരു പോയിന്റ് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദ ഇമ്പ്യൂരിറ്റി ഇൻ ലൈം ഇൻക്രീസസ്. ലൈമിനകത്ത് നമുക്കറിയാം, നമ്മൾ ലൈം സ്റ്റോണിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചില ഇമ്പ്യൂരിറ്റീസും കൂടി വരും അല്ലേ? അപ്പോൾ ആസ് ദ ഇമ്പ്യൂരിറ്റീസ് ഇൻ ലൈം ഇൻക്രീസസ്, ലൈമിനകത്തുള്ള ഇമ്പ്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു പോയിന്റ് ആണ്, അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ആസ് ദ ഇമ്പ്യൂരിറ്റി ഇൻ ലൈം ഇൻക്രീസസ് ഹൈഡ്രോളിസിറ്റി ഓൾസോ ഇൻക്രീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം കണ്ടീഷനിൽ സെറ്റ് ആവാനുള്ള ആ ഒരു എബിലിറ്റി, ലൈമിൻ്റെ എബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ആസ് impurity in lime increases, hydrolicity also increases. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇമ്പ്യൂരിറ്റി കൂടുമ്പോൾ ഡാം കണ്ടീഷനിൽ സെറ്റ് ആവാനുള്ള അല്ലെങ്കിൽ ഹാർഡൻ ആവാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഓഫ് ലൈമും ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലേക്കിങ്ങിന് എന്ത് സംഭവിക്കും? ആ ഒരു പോയിന്റ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ഇമ്പ്യൂരിറ്റി കൂടുമ്പോൾ ഹൈഡ്രോളിസിറ്റി കൂടും, പക്ഷേ സ്ലേക്കിങ്ങിൻ്റെ റേറ്റ് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൈം പെട്ടെന്ന് സ്ലേക്ക് ആവത്തില്ല. ഇമ്പ്യൂരിറ്റി കൂടിക്കഴിഞ്ഞാൽ ലൈം പെട്ടെന്ന് സ്ലേക്ക് ആവത്തില്ല. സോ ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പ്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിസിറ്റിയും ഇൻക്രീസ് ചെയ്യും അല്ലേ? ഹൈഡ്രോളിസിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷെ സ്ലേക്കിംഗ് എന്ത് ചെയ്യും? സ്ലേക്കിംഗ് ഡിക്രീസ് ചെയ്യും. അതായത് പെട്ടെന്ന് ലൈം സ്ലേക്ക് ആവത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേക്കിങ്ങിന് എടുക്കുന്ന ടൈം കൂടും. കൂടുതൽ ടൈം എടുത്തേ സ്ലേക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ ആസ് ഇമ്പ്യൂരിറ്റി ഇൻ ലൈം ഇൻക്രീസസ്, ഹൈഡ്രോളിസിറ്റി ഇൻക്രീസസ്, ബട്ട് സ്ലേക്കിംഗ് റേറ്റ് എന്ത് ചെയ്യും? സ്ലേക്കിംഗ് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടേമാണ് സെറ്റിംഗ്. അടുത്ത ടേമാണ് സെറ്റിംഗ്. ഇപ്പൊ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ലേക്കഡ് ലൈം വരെ ആയി അല്ലേ?
സ്ലേക്കഡ് ലൈം എത്തിക്, അതായത് സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ ലൈം എന്ന് പറയുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ലൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആണ് അല്ലേ? അൺസ്റ്റേബിൾ ആണ് ഈ സാധനം. എന്നാൽ ഇതിന്റെ സ്റ്റേബിൾ രൂപം എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു സാധനം അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് എപ്പോഴും അതിന്റെ സ്റ്റേബിൾ രൂപത്തിലേക്ക് പോകാനായിട്ട് നോക്കും അല്ലേ? അപ്പോൾ സെറ്റിംഗ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹാർഡനിങ് ഓഫ് ലൈം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ് ടു ഇറ്റ്സ് പേസ്റ്റ് ഫോം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ഫോം. ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ലൈം സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് hardening of lime after it has been converted to its hydrated form. അപ്പോൾ ഹൈഡ്രേറ്റഡ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ വൈറ്റ് വാഷിങ്ങിനൊക്കെ ഉപയോഗിക്കും അല്ലേ? നമ്മൾ സ്ലേക്കഡ് ലൈമാണ് മെയിൻലി വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്ന ഭിത്തിയിൽ അടിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് എന്ത് സംഭവിക്കും അല്ലേ? അത് സെറ്റാവും, ഹാർഡൻ ചെയ്ത് ആ ഭിത്തിയോടങ്ങ് ചേരും അല്ലേ? സോ ആ ഒരു പ്രോസസ്സാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് hardening of lime after it has been converted to its hydrated form. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ഒരു പ്രോപ്പർട്ടിയാണ് സെറ്റിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹാർഡനിങ് ഓഫ് ലൈം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ് ടു ഇറ്റ്സ് ഹൈഡ്രേറ്റഡ് ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതൊരു എന്താണ്? ഈ ഹൈഡ്രേറ്റഡ് ഫോമിൽ നിന്ന് സെറ്റ് ആവുമെന്ന് വെച്ചാൽ അത് തിരിച്ച് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോമിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു ലൈം സൈക്കിളാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഒരു ലൈം സൈക്കിളാണ്. ഈ ടെക്നിക്കൽ ടേംസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ലൈം സൈക്കിളാണ് ഈ നേച്ചറിൽ നടക്കുന്നത്. സോ ആ ലൈം സൈക്കിൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈം സൈക്കിൾ, സോ ആദ്യം നമ്മൾ ലൈം സ്റ്റോൺ എടുത്തു അല്ലേ? കാൽഷ്യം കാർബണേറ്റ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ അതിനെ കാൽസിനേറ്റ് ചെയ്തു. കാൽസിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? കാൽഷ്യം ക്വിക്ക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം പ്ലസ് കാർബൺ ഡയോക്സൈഡ് പോയി അല്ലേ? അതിനുശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഈ ക്വിക്ക് ലൈമിനെ അല്ലെങ്കിൽ കോസ്റ്റിക് ലൈമിനെ. സോ ആ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? വെള്ളം ആഡ് ചെയ്യാണ് അല്ലേ? അപ്പം ഇതിനകത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. ആ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിച്ചു? സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് വിളിച്ചു. ഇനി ഇത് അൺസ്റ്റേബിൾ ഫോമാണ്. അപ്പോൾ അത് തിരിച്ചെന്ത് ചെയ്യും? ഇതിന് മോയ്സ്ചറിൽ നിന്ന് എയർ, അതായത് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് ഇത് തിരിച്ച് കാൽഷ്യം കാർബണേറ്റ് ഫോമിലേക്ക്, അതായത് അതിൻ്റെ സ്റ്റേബിൾ രൂപത്തിലേക്ക് കൺവേർട്ടഡ് ആവും. സോ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിൽ ഇങ്ങോട്ടേക്ക് കാർബൺ ഡയോക്സൈഡ് എടുക്കും ആൻഡ് വാട്ടർ പുറത്തേക്ക് പോകും. സോ ഇതെന്തായിട്ട് കൺവേർട്ടഡ് ആവും? കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് കൺവേർട്ടഡ് ആവും. വെള്ളം പുറത്തേക്ക് പോകും. സോ ഇതാണ് ഈ നേച്ചറിൽ നടക്കുന്ന ലൈം സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടെക്നിക്കൽ ടേംസും ലൈം സൈക്കിളും വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റിംഗ് ആൻഡ് സ്ലേക്കിംഗ് ഓഫ് ലൈം? നമ്മൾ സെറ്റിംഗ് എന്താണെന്ന് കണ്ടു, സ്ലേക്കിംഗ് എന്താണെന്ന് കണ്ടു അല്ലേ? ഈ സെറ്റിങ്ങും സ്ലേക്കിങ്ങും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. സെറ്റിംഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലേക്കിംഗ് ഓഫ് ലൈം.
സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റിംഗ് ഓഫ് ലൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലേക്കിംഗ് ഓഫ് ലൈം. അതായത് ലൈം പെട്ടെന്ന് സെറ്റ് ആവുകയാണെങ്കിൽ അത് പതുക്കെ സ്ലേക്ക് ആവത്തുള്ളൂ. അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് സെറ്റിംഗ് ഓഫ് ലൈമും സ്ലേക്കിംഗ് ഓഫ് ലൈമും തമ്മിലുള്ളത്. സോ സെറ്റിംഗ് ഓഫ് ലൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലേക്കിംഗ് ഓഫ് ലൈം. Setting is inversely proportional to slaking. ഓക്കെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് സെറ്റിങ്ങും സ്ലേക്കിങ്ങും തമ്മിലുള്ളത്. ഇതൊരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ വേറൊരു പോയിന്റ് നമ്മൾ ഇതിലൂടെ പഠിച്ചു, ഇമ്പ്യൂരിറ്റി ഇൻ ലൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് സ്ലേക്കിങ്ങിൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടെക്നിക്കൽ ടേംസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് ലൈമിനകത്ത് നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റുവൻസ് ഓഫ് ലൈമാണ്. ഇപ്പോൾ ലൈം സ്റ്റോണിനകത്ത് അടങ്ങിയിട്ടുള്ള കോൺസ്റ്റുവൻസ് എന്തൊക്കെയാണ്, അതാണ് ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ കോൺസ്റ്റുവൻസ് ഓഫ് ലൈം? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോൺസ്റ്റുവൻസ് ഓഫ് ലൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോൺസ്റ്റുവൻറ്റ് ഈസ് ക്ലേ. ആദ്യത്തെ കോൺസ്റ്റുവൻ്റ് ആണ് ക്ലേ. സെക്കൻഡ് വൺ ഈസ് സോലുബിൾ സിലിക്ക. Third one is magnesium carbonate. Fourth one is alkalis or metal oxides. Fifth one is sulfates. And the sixth one is iron pyrites. അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റൻസ് ഓഫ് ലൈം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഓരോ കോൺസ്റ്റുവൻറ്റിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലേ. സോ ഈ ക്ലേയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളിസിറ്റി ഓഫ് ലൈം. സോ ക്ലേ എന്താണ്? മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളിസിറ്റി ഓഫ് ലൈം. ഹൈഡ്രോളിസിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? സോ ഡാം കണ്ടീഷനിൽ സെറ്റ് ആവാനുള്ള പ്രോപ്പർട്ടിയാണ് ഹൈഡ്രോളിസിറ്റി. അപ്പോൾ ക്ലേ കണ്ടന്റ് അല്ലെങ്കിൽ ക്ലേ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ലൈമിന് ഹൈഡ്രോളിസിറ്റി കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റുവൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലേ എന്ന് പറയുന്നത്. സോ ക്ലേ ആണ് മെയിൻലി നമ്മൾ ഈ ലൈമിനകത്തുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ടും എടുക്കുന്നത്. ദെൻ ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8 to 30% ആണ്. എത്രയാണ്? 8 to 30% ആണ്. ഓക്കെ, അപ്പോൾ 8 to 30% ആണ് ക്ലേ. മെയിൻലി അതിൻ്റെ പെർസെൻറ്റേജ് വേരി ചെയ്യുന്നത് ഫ്രം 8 to 30% ആണ്. ഇനി ഇതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് ലൈം ഇൻസോലുബിൾ ഇൻ വാട്ടർ. സോ ഇറ്റ് മേക്സ് ലൈം ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇപ്പം ലൈമിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ കാണുന്നതൊക്കെ ലൈമിനകത്തെ ഇമ്പ്യൂരിറ്റീസ് ആണ് നമുക്ക് പറയാം അല്ലേ? ലൈം എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ട് കാൽഷ്യം കണ്ടൻറ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി ഇതൊക്കെ കുറച്ച് എമൗണ്ടിൽ കാണാറുണ്ട്. സോ ഇതൊക്കെ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ആണ് നമുക്ക് പറയാം. ആൻഡ് ഈ ക്ലേ എന്ന് പറയുന്നത് ലൈമിന് ഹൈഡ്രോളിസിറ്റി കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്ലേ. അതിൻ്റെ പെർസെൻറ്റേജ് 8 to 30% വരെ വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് ദ ലൈം ഇൻസോലുബിൾ ഇൻ വാട്ടർ. ലൈമിനെ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ക്ലേ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് സോലുബിൾ സിലിക്ക. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് സോലുബിൾ സിലിക്ക. സോ സോലുബിൾ സിലിക്കയുടെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് ഹൈഡ്രോളിസിറ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ ഹൈഡ്രോളിസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് സോലുബിൾ സിലിക്ക എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് മെഗ്നീഷ്യം കാർബണേറ്റ്. മെഗ്നീഷ്യം കാർബണേറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ദ ലൈം ടു സെറ്റ് ആൻഡ് സ്ലേക്ക് സ്ലോലി. അതായത് മെഗ്നീഷ്യം കാർബണേറ്റ് ലൈമിനെ സ്ലേക്ക് ആൻഡ് സെറ്റ് സ്ലോലി, പതുക്കെ മാത്രമേ സെറ്റ് ചെയ്യിക്കുള്ളൂ, അതുപോലെ തന്നെ പതുക്കെ മാത്രമേ സ്ലേക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് കണ്ടായിരുന്നു.
സെറ്റിംഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലേക്കിംഗ് എന്ന് അല്ലേ? നേരത്തെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു. സെറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലേക്കിംഗ് ആണ്. പക്ഷേ മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. മെഗ്നീഷ്യം കാർബണേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? മെഗ്നീഷ്യം കാർബണേറ്റ് അലോസ് ലൈം ടു സ്ലേക്ക് ആൻഡ് സെറ്റ് സ്ലോലി. പതുക്കെ ലൈമിനെ സെറ്റും സ്ലേക്കും പതുക്കെ മാത്രമേ ആര് ചെയ്യിക്കുകയുള്ളൂ? മെഗ്നീഷ്യം കാർബണേറ്റ് ചെയ്യിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസാണ്, തിരിഞ്ഞു പോകരുത്. മെഗ്നീഷ്യം കാർബണേറ്റിൻ്റെ കേസിൽ സെറ്റിങ്ങും സ്ലേക്കിങ്ങും പതുക്കെ ആയിരിക്കും ലൈമിലുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രെങ്ത് ഓഫ് ലൈം. സോ ദിസ് മെഗ്നീഷ്യം കാർബണേറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രെങ്ത് ഓഫ് ലൈം. ഓക്കെ, അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ്, അടുത്ത കോൺസ്റ്റുവൻ്റ് ആണ് ആൽക്കലീസ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ്. ആൽക്കലീസ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ്. ഇപ്പോൾ ഒരു ഗുഡ് ക്വാളിറ്റി ലൈം ആണെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് 5% ലിമിറ്റ് ചെയ്തിരിക്കണം. അതായത് 5 കൂടാൻ പാടില്ല ആൽക്കലീസ് ഫോർ എ ഗുഡ് ക്വാളിറ്റി ലൈം. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റിയുടെ റേറ്റ് കൂട്ടും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഗുഡ് ക്വാളിറ്റി ലൈം ആണെങ്കിൽ ഇത് 5% ലിമിറ്റ് ചെയ്തേക്കുവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് സൾഫേറ്റ്സ്. സൾഫേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്സിലറേറ്റ് സെറ്റിംഗ് ബട്ട് റെഡ്യൂസസ് സ്ലേക്കിംഗ്. അതായത് പെട്ടെന്ന് ലൈമിനെ സെറ്റാക്കും, പക്ഷെ പതുക്കെ മാത്രമേ സ്ലേക്ക് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കാണാം സെറ്റിങ്ങും സ്ലേക്കിങ്ങും തമ്മിൽ അല്ലേ? അപ്പോൾ സൾഫേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ആക്സിലറേറ്റ് സെറ്റിംഗ്. അപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുക, പെട്ടെന്ന് സെറ്റ് ചെയ്യിപ്പിക്കും, എന്നാൽ പതുക്കെ മാത്രമേ സ്ലേക്ക് ചെയ്യിപ്പിക്കുകയുള്ളൂ. അതാണ് സൾഫേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കോൺസ്റ്റുവൻ്റ് ഈസ് അയൺ പൈറൈറ്റ്സ്. ഈ അയൺ പൈറൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗുഡ് കോൺസ്റ്റുവൻ്റ് അല്ല ലൈമിൻ്റെ കേസിൽ. സോ അതിൽ അത്ര മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ, അതൊരു ഗുഡ് കോൺസ്റ്റുവൻ്റ് അല്ല. സോ ദീസ് ആർ ദ കോൺസ്റ്റുവൻസ് ഓഫ് ലൈം. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്ലേ. സോ ക്ലേയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹൈഡ്രോളിസിറ്റി ഓഫ് ലൈം. അതിൻ്റെ പെർസെൻറ്റേജ് 8 to 30% ആണ്. ആൻഡ് ഇറ്റ് മേക്സ് ദ ലൈം ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് soluble silica. So it improves the hydrolicity at a high temperature. And the third ingredient is magnesium carbonate. അപ്പോൾ magnesium carbonate ഒരു എക്സെപ്ഷണൽ കേസാണ്. സോ അവിടെ എന്ത് ചെയ്യും? ലൈമ് പതുക്കെ മാത്രമേ സെറ്റ് ആവുള്ളൂ, സ്ലേക്ക് ആവുള്ളൂ. സോ ഇറ്റ് അലോസ് ലൈം ടു സ്ലേക്ക് ആൻഡ് സെറ്റ് സ്ലോലി. അത് ഓർത്ത് വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രെങ്ത് ഓഫ് ദ ലൈം. ആൻഡ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് ആൽക്കലീസ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ്. ഇപ്പോൾ ഒരു ഗുഡ് ക്വാളിറ്റി ലൈം ആണെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് 5 ആണ്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഹൈഡ്രോളിസിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് സൾഫേറ്റ്. ഇപ്പോൾ സൾഫേറ്റ് വരുമ്പോൾ നമ്മുടെ ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരുവാണ്. എന്താണ്? ഇറ്റ് ആക്സിലറേറ്റ് സെറ്റിംഗ് ആൻഡ് റെഡ്യൂസസ് സ്ലേക്കിംഗ്. പെട്ടെന്ന് സെറ്റാവും, പതുക്കെ സ്ലേക്ക് ആവുള്ളൂ. സോ അതാണ് സൾഫേറ്റിൻ്റെ പ്രത്യേകത. സൾഫേറ്റ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ലൈമിൽ കൊടുക്കുന്ന പ്രോപ്പർട്ടി. ദ ലാസ്റ്റ് വൺ ഈസ് അയൺ പൈറൈറ്റ്സ്. അയൺ പൈറൈറ്റ്സ് ഒരു ഗുഡ് കോൺസ്റ്റുവൻറ്റ് അല്ല ലൈമിൽ. ഓക്കെ, സോ ദീസ് ആർ ദ കോൺസ്റ്റുവൻസ് ഓഫ് ലൈം. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ആണ്. അടുത്ത സെക്ഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം. ലൈമിനെ നമ്മൾ മെയിൻലി 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫാറ്റ് ലൈം. സെക്കൻഡ് വൺ ഈസ് ഹൈഡ്രോളിക് ലൈം. And the third one is impure lime. Okay, so 3 classification ആണ്. Fat lime, hydraulic lime and impure lime. So ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one is fat lime. Fat lime.
ഓക്കെ, സോ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം റിലേറ്റീവ്ലി പ്യുവർ ലൈംസ്റ്റോൺ. പ്യുവർ ലൈംസ്റ്റോണിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. സോ ഒബ്റ്റെയിൻഡ് ഫ്രം പ്യുവർ ലൈംസ്റ്റോൺ. ഓക്കെ, ഇനി ഇതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഫാറ്റ് ലൈമിന്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിനെ നമ്മൾ ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാറുണ്ട്. ഹൈ കാൽഷ്യം ലൈം, നോൺ ആസ് ഹൈ കാൽഷ്യം ലൈം. സോ ഇത് ഒബ്റ്റെയിൻഡ് ഫ്രം പ്യുവർ ലൈംസ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, പ്യുവർ ലൈം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്തേക്കുക. ഫാറ്റ് ലൈം ഈസ് ഓൾസോ നോൺ ആസ് പ്യുവർ ലൈം. കാരണം എന്താണ്, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്യുവർ ലൈംസ്റ്റോൺ. അതുകൊണ്ടാണ് നമ്മളിതിനെ പ്യുവർ ലൈം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാറുണ്ട്. ഇതെന്ന് വിളിക്കാറുണ്ട് ഹൈ കാൽഷ്യം ലൈം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 95% പ്യൂരിറ്റി, ബാക്കി 5% മാത്രമേ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ളൂ. സോ ഇതിനകത്തുള്ള കാൽഷ്യം ഓക്സൈഡ് കണ്ടൻറ്റ് 95%ഓ അതിൽ കൂടുതലോ ആയിരിക്കും. ഇമ്പ്യൂരിറ്റീസ് എത്ര മാത്രമേ കാണുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5% മാത്രമേ ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഹൈ കാൽഷ്യം കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഫാറ്റ് ലൈം എന്ന് ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാനുള്ള കാരണം ഇതിനകത്ത് കാൽഷ്യം ഓക്സൈഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 95%ഉം ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി, അപ്പം മെയിൻലി ലൈമിലുള്ള ഇമ്പ്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത് ക്ലേ ആണ് കേട്ടോ. സോ ഇതിലെ ക്ലേ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5% ആണ്. സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. സോ എന്താണ് ഇതെന്ന് പറയുന്നത്, ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. സോ എന്താണ് എയർ ബൈൻഡിങ് മെറ്റീരിയൽ? എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ വിച്ച് സെറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിൽ സെറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് എയർ ബൈൻഡിങ് മെറ്റീരിയൽ. സോ ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയലിന് എക്സാമ്പിളാണ് ഈ ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. കാരണം ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ അബ്സോർബിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതും ഹാർഡൻ ചെയ്യുന്നതും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. സോ ഇത് ഓർത്തേക്കാം, ഇത് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്. ഫാറ്റ് ലൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ബൈ അബ്സോർബിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് എയർ ബൈൻഡിങ് മെറ്റീരിയൽ. ഇതൊരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ് അല്ലേ ഫാറ്റ് ലൈം. എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെറ്റീരിയൽ വിച്ച് സെറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിൽ സെറ്റ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഈ ഫാറ്റ് ലൈം കൂടാതെ ഇതിന് വേറെ എക്സാമ്പിളും ഉണ്ട് എയർ ബൈൻഡിങ് മെറ്റീരിയലിന്. എയർ ബൈൻഡിങ് മെറ്റീരിയൽസിൻ്റെ വേറെ എക്സാമ്പിൾസ് ആണ് ജിപ്സം, അതുപോലെ തന്നെ ആസിഡ് റെസിസ്റ്റൻറ്റ് സിമെൻറ്റ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, എയർ ബൈൻഡിങ് മെറ്റീരിയലിന് എക്സാമ്പിളാണ്. സോ ഇവിടെ ഇതിനെ എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കാൻ കാരണം ഫാറ്റ് ലൈം അബ്സോർബ്സ്, എന്താണത്, ഫാറ്റ് ലൈം സെറ്റ് ആൻഡ് ഹാർഡൻ ബൈ അബ്സോർബിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ഫാറ്റ് ലൈം സെറ്റ് ആവുകയും ഹാർഡൻ ചെയ്യുകയും ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ സ്ലേക്കിംഗ് എന്ന് നോക്കാം.
സ്ലേക്കിംഗ്. ഫാറ്റ് ലൈം സ്ലേക്സ് വിഗറസ്ലി. പെട്ടെന്ന് സ്ലേക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്ലേക്സ് വിഗറസ്ലി. എന്താണ്? ഇറ്റ് സ്ലേക്സ് വിഗറസ്ലി. ഇറ്റ് സ്ലേക്സ് വിഗറസ്ലി. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഫാറ്റ് ലൈം എന്ന് വിളിക്കാൻ കാരണം? ഇതിന് ഫാറ്റ് ലൈം എന്നുള്ള പേര് വരാൻ കാരണം ഇത് സ്ലേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വോളിയം എന്ത് ചെയ്യും? 2 to 2.5 ടൈംസ് ഒറിജിനൽ വോളിയത്തിനേക്കാളും ഇൻക്രീസ് ചെയ്യും. എത്രയാണ്? ഒറിജിനൽ വോളിയത്തിനേക്കാളും 2 to 2.5 ടൈംസ് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും ആഫ്റ്റർ സ്ലേക്കിംഗ്. സോ അതുകൊണ്ടാണ് ഫാറ്റ് ലൈം എന്നുള്ള പേര് വന്നത്. ഓക്കെ, സോ ഇത് PSC ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? എത്രയാണ്? 2 to 2.5 ടൈംസ്. സോ ഇറ്റ് സ്ലേക്സ് വിഗറസ്ലി and volume increased to about 2 to 2.5 times its original volume. ഒറിജിനൽ വോളിയത്തിനേക്കാളും 2 to 2.5 ടൈംസ് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും ആഫ്റ്റർ സ്ലേക്കിംഗ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫാറ്റ് ലൈം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ലേക്കിംഗ് എങ്ങനെയാണ്? പെട്ടെന്ന് സ്ലേക്ക് ചെയ്യും. ഇറ്റ് സ്ലേക്സ് വിഗറസ്ലി. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് സെറ്റ്സ് സ്ലോലി. പതുക്കെ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സ്ലേക്ക് ചെയ്യും, പതുക്കെ മാത്രമേ സെറ്റ് ചെയ്യത്തുള്ളൂ. ഇറ്റ് സെറ്റ്സ് സ്ലോലി. പതുക്കെ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ? സെറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പെട്ടെന്ന് സ്ലേക്ക് ആവുകയും പതുക്കെ മാത്രമേ സെറ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഇത് ഹൈ സ്ട്രെങ്ത് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഫാറ്റ് ലൈം ഉപയോഗിക്കാറില്ല. നോട്ട് യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ ഹൈ സ്ട്രെങ്ത് ഈസ് റിക്വയർഡ്. സ്ട്രെങ്ത് കൂടുതൽ വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഫാറ്റ് ലൈം ഉപയോഗിക്കാറില്ല. നമ്മൾ ഫാറ്റ് ലൈം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിംഗ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിംഗ്. പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനുമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫാറ്റ് ലൈം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ഇതിൻ്റെ കളർ എന്തുവാണ്? ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി വൈറ്റ് ഇൻ കളറാണ്. ഫാറ്റ് ലൈം എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി വൈറ്റ് ഇൻ കളറാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്നും വിളിക്കാറുണ്ട്? വൈറ്റ് ലൈം എന്നും വിളിക്കാറുണ്ട്. സോ ഫാറ്റ് ലൈമിന് നമ്മൾ ഒരുപാട് പേരുണ്ട് അല്ലേ? പ്യുവർ ലൈം സ്റ്റോണിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ പ്യുവർ ലൈം എന്ന് വിളിച്ചു. കാൽഷ്യം ഓക്സൈഡ് കണ്ടന്റ് 95% അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ളതുകൊണ്ട് നമ്മളിതിനെ ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിച്ചു. പിന്നെ വോളിയം സ്ലേക്കിംഗ് കഴിയുമ്പോൾ വോളിയം 2 to 2.5 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്മളിതിനെ ഫാറ്റ് ലൈം എന്ന് വിളിക്കുന്നു. ആൻഡ് ഇതിന് വേറൊരു പേരൂടെ ഉണ്ട്. എന്താണ്? വൈറ്റ് ലൈം. ഫാറ്റ് ലൈം ഈസ് ഓൾസോ നോൺ ആസ് വൈറ്റ് ലൈം. കാരണം എന്താണ്? ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി വൈറ്റ് ഇൻ കളർ. വൈറ്റ് കളർ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ വൈറ്റ് ലൈം എന്നും വിളിക്കാറുണ്ട്. സോ വൈറ്റ് ഇൻ കളർ. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? നോൺ ആസ് വൈറ്റ് ലൈം. അതുകൊണ്ട് നമ്മൾ ഇതിനെ വൈറ്റ് ലൈം എന്ന് വിളിക്കാറുണ്ട്. വൈറ്റ് ലൈം. സോ ഈ ഡിഫറെൻറ്റ് നെയിംസ് എല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയാണ് ഫാറ്റ് ലൈമിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പം എന്തൊക്കെയായിരുന്നു? ഫാറ്റ് ലൈം എന്ന് പറയുന്നത് പ്യുവർ ലൈം സ്റ്റോണിൽ നിന്ന് എടുക്കുന്നതാണ്. സോ അതുകൊണ്ട് അതിനെ പ്യുവർ ലൈം എന്ന് വിളിക്കും. ഹൈ കാൽഷ്യം ലൈമാണ്. കാരണം ഇതിനകത്ത് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലേ കണ്ടന്റ് എന്ന് പറയുന്നത് <= 5% ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇതൊരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ് അല്ലേ? എയർ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം ഇറ്റ് സെറ്റ്സ് ആൻഡ് ഹാർഡൻസ് ബൈ അബ്സോർബിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യും ഹാർഡൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് സ്ലേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വോളിയം 2 to 2.5 ടൈംസ്
ഒറിജിനൽ വോളിയത്തിനേക്കാളും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോലി, പതുക്കെ മാത്രമേ സെറ്റ് ചെയ്യത്തുള്ളൂ. ഇത് ഹൈ സ്ട്രെങ്ത് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഫാറ്റ് ലൈം ഉപയോഗിക്കാറില്ല. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഫാറ്റ് ലൈം ഉപയോഗിക്കുന്നത്. ആൻഡ് ഇത് വൈറ്റ് ഇൻ കളർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വൈറ്റ് ലൈം എന്ന് വിളിക്കാറുണ്ട്. സോ ഇത്രയാണ് ഫാറ്റ് ലൈമിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ലൈമിലേക്ക് പോവാം. അടുത്ത ലൈമാണ് ഹൈഡ്രോളിക് ലൈം. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിക് ലൈം. ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം. ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലാണ്. എന്താണ്? ഒരു ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലാണ്. ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ? ഇറ്റ് സെറ്റ്സ് ആൻഡ് ഹാർഡൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. അല്ലേ, വെള്ളത്തിൻ്റെ പ്രസൻസിൽ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. സോ ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലാണ്. ഓക്കെ, ഇനി ഇത് സെറ്റ് ആൻഡ് ഹാർഡൻസ് ഇൻ ദ പ്രസൻസ് ഓഫ്, സോ എന്താണ്? ഇറ്റ് സെറ്റ്സ് ആൻഡ് ഹാർഡൻസ് in the presence of water. വാട്ടറിൻ്റെ പ്രസൻസിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതും ഹാർഡൻ ചെയ്യുന്നതും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട് ഹൈഡ്രോളിക്കിന്. നമ്മുടെ നോർമൽ OPC ഇല്ലേ, അതും ഒരു ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയലാണ്. ഓക്കെ, ഇനി ഇത് എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നറിയോ? ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം കങ്കാർ ലൈംസ്റ്റോൺ. കങ്കാർ ലൈംസ്റ്റോണിൽ നിന്ന് എടുക്കുന്ന ലൈമാണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം അതായത് കങ്കാർ ലൈംസ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. കങ്കാർ ലൈംസ്റ്റോൺ, കങ്കാർ ലൈംസ്റ്റോൺ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ കങ്കാർ ലൈംസ്റ്റോണിൽ നിന്നാണ് ഇത് മാനുഫാക്ചർ കാൽസിനേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്തുള്ള കാൽഷ്യം ഓക്സൈഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 70 to 90% ആണ് ഇതിനകത്തുള്ള കാൽഷ്യം ഓക്സൈഡ് കണ്ടന്റ്. ആൻഡ് ഇതിനകത്തുള്ള ക്ലേ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 to 30%. സോ ഹൈഡ്രോളിക് ലൈമിനകത്ത് 5 to 30% ക്ലേ കണ്ടന്റും ആൻഡ് 70 to 90% കാൽഷ്യം ഓക്സൈഡ് കണ്ടന്റും ആണ് അല്ലേ. സോ ഇവിടെ ക്ലേ കണ്ടന്റ് കൂടുതലാണ് ഹൈഡ്രോളിക് ലൈമിന്. സോ ക്ലേ കണ്ടന്റ് കൂടുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ക്ലേ കണ്ടന്റ് കൂടുമ്പോൾ ഹൈഡ്രോളിസിറ്റി എന്ത് ചെയ്യും? കൂടും അല്ലേ, ഹൈഡ്രോളിസിറ്റി കൂടും. അപ്പോൾ ഈ ലൈം നമുക്ക് എവിടെ ഉപയോഗിക്കാം? അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് ഉപയോഗിക്കാം അല്ലേ. ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാം കണ്ടീഷനിൽ സെറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്ലേ കണ്ടന്റ് 5 to 30% ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈമിനെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് ഉപയോഗിക്കാം. സോ യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈമാണ് ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ക്ലേ കണ്ടന്റ് കൂടുതലാണ്. സോ ക്ലേ കണ്ടന്റ് കൂടുമ്പോൾ അതിൻ്റെ ഹൈഡ്രോളിസിറ്റിയും കൂടും. ഓക്കെ, ഇനി ലൈം മോട്ടാർ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? ഹൈഡ്രോളിക് ലൈമാണ്. സോ ഹൈഡ്രോളിക് ലൈം ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പയറിംഗ് ലൈം മോട്ടാർ. So used for preparing lime mortar.
ഓക്കെ, ലൈം മോട്ടാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും ഈ ഹൈഡ്രോളിക് ലൈമാണ്. ഇനി ഇത് ഹൈ സ്ട്രെങ്ത് വേണ്ടെടുത്ത് ഉപയോഗിക്കുന്ന ലൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? ഹൈഡ്രോളിക് ലൈമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫാറ്റ് ലൈം പഠിച്ചപ്പോൾ പറഞ്ഞു സ്ട്രെങ്ത് കൂടുതൽ വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഫാറ്റ് ലൈം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഫാറ്റ് ലൈമിന് ക്ലേ കണ്ടന്റ് കുറവായതുകൊണ്ട് അതിന് നമുക്ക് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനാണ് ഉപയോഗിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് ക്ലേ കണ്ടന്റ് കൂടുന്നതുകൊണ്ട് തന്നെ അതിന് ഹൈഡ്രോളിസിറ്റി കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ലൈം മോട്ടാർ. എവിടെയാണോ സ്ട്രെങ്ത് കൂടുതൽ വേണ്ടത് അവിടെ ഉപയോഗിക്കുന്ന ലൈമും ഏതാണ്? ഹൈഡ്രോളിക് ലൈമാണ്. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേരിയേഷൻ ഓഫ് ക്ലേ. ഇനി ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും ക്ലേ കണ്ടന്റിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So this is a classification of hydraulic lime based on the percentage of clay content. ക്ലേ കണ്ടന്റിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ഹൈഡ്രോളിക് ലൈമിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണത്? ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, moderately hydraulic lime, and the last one is eminently hydraulic lime. ഓക്കെ, സോ ഇതിനകത്തുള്ള വേരിയേഷൻ നോക്കാം. ക്ലേ കണ്ടന്റിൻ്റെ ക്ലേ കണ്ടന്റ് 5 to 10% ആണെങ്കിൽ അത് ഫീബ്ലി ഹൈഡ്രോളിക് ലൈമാണ്, 5 to 10%. ആൻഡ് 11 to 20% ആണ് ക്ലേ കണ്ടന്റ് എങ്കിൽ അത് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. ആൻഡ് 21 to 30% ആണ് ക്ലേ കണ്ടന്റ് എങ്കിൽ ദാറ്റ് ഈസ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ലേക്കിങ്ങും സെറ്റിങ്ങും സ്ട്രെങ്തും ഒക്കെ എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്ലേക്കിംഗ് നോക്കുകയാണ്. ഫീബ്ലി ഹൈഡ്രോളിക് ആണെങ്കിൽ ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ അത് സ്ലേക്ക് ചെയ്യും, അതായത് പെട്ടെന്ന് സ്ലേക്ക് ചെയ്യും ഫീബ്ലി ഹൈഡ്രോളിക്. എന്നാൽ മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ആണെങ്കിൽ കുറച്ച് ഫ്യൂ അവേഴ്സിനുള്ളിൽ സെറ്റ് ചെയ്യുള്ളൂ. ആൻഡ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ സ്ലോ സ്ലേക്കിംഗ് ആയിരിക്കും, പതുക്കെ മാത്രമേ സ്ലേക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആൻഡ് അടുത്ത സെറ്റിംഗ് ടൈം എങ്ങനെ വേരി ചെയ്യുന്നു നോക്കാം. സെറ്റിംഗ് ടൈം എങ്ങനെ വേരി ചെയ്യുമെന്ന് നോക്കാം. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ സെറ്റിംഗ് ടൈം 3 weeks ആണ്. ആൻഡ് ഫോർ മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ ഇറ്റ് ഈസ് 1 week. ആൻഡ് ഫോർ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ ഇറ്റ് ഈസ് 1 to 2 days. അതായത് ക്ലേ കണ്ടന്റ് കൂടും തോറും സെറ്റിംഗ് ടൈം കുറഞ്ഞു വരികയാണ് അല്ലേ. ആൻഡ് സ്ട്രെങ്ത് നോക്കിക്കേ, ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ സ്ട്രെങ്ത് കുറവാണ്. മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ സ്ട്രെങ്ത് മോഡറേറ്റ് സ്ട്രെങ്ത് ആയിരിക്കും. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. സോ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻഫർ ചെയ്യാം. എന്താണ്? ക്ലേ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലേ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ എന്ത് കുറയുമെന്ന് പറഞ്ഞു? സ്ലേക്കിങ് കുറയുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്ലേക്കിങ് പതുക്കെ അല്ലേ. ഫീബ്ലി ആകുമ്പോൾ ഫ്യൂ സെക്കൻഡ്സ്, മോഡറേറ്റ്ലി ആകുമ്പോൾ ഫ്യൂ അവേഴ്സ്, എമിനൻ്റ്ലി ഹൈഡ്രോളിക് ആകുമ്പോൾ സ്ലോ സ്ലേക്കിംഗ്. അപ്പോൾ ക്ലേ കണ്ടന്റ് കൂടും തോറും സ്ലേക്കിംഗ് റേറ്റ് പതുക്കെയാകും. അത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാം. ഇനി സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ക്ലേ കണ്ടന്റ് കൂടും തോറും പെട്ടെന്ന് സെറ്റാകും അല്ലേ. ഇപ്പോൾ ഫീബ്ലിയിലായിരുന്നെങ്കിൽ 3 week എടുത്തു സെറ്റാവാൻ, മോഡറേറ്റ്ലി ആണെങ്കിൽ 1 week കൊണ്ട് സെറ്റായി. ആൻഡ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിലാണ് ഏറ്റവും കൂടുതൽ ക്ലേ കണ്ടന്റ് ഉള്ളത്. സോ അത് 1 to 2 daysനുള്ളിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഈ ഹൈഡ്രോളിക് ലൈമിൻ്റെ കേസിൽ ക്ലേ കണ്ടന്റ് കൂടുമ്പോൾ ഹൈഡ്രോളിസിറ്റി കൂടുന്നുണ്ട്, സ്ലേക്കിങ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ബട്ട് സെറ്റിംഗ് റേറ്റ് അത് പെട്ടെന്ന് സെറ്റ് ആകുന്നുണ്ട്. സോ അതാണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ലൈം ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് ക്ലേ കണ്ടന്റ്. അപ്പോൾ ഹൈഡ്രോളിക് ലൈം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. And the last lime is impure lime. Impure lime അല്ലെങ്കിൽ poor lime അല്ലെങ്കിൽ lean lime എന്ന് പറയും. So, impure, poor അല്ലെങ്കിൽ lean lime. അപ്പോൾ ഇതിനകത്തുള്ള impurity എന്ന് പറയുന്നത് it is more than 30%.
ഇമ്പ്യൂരിറ്റി എങ്ങനെയാണ്? മോർ ദാൻ 30% ആണ്. ഗ്രേറ്റർ ദാൻ 30% ആണ് ഈ ലൈമിന് അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന് പുവർ ആയിട്ടുള്ള ബൈൻഡിങ് പ്രോപ്പർട്ടി ആയിരിക്കും. പുവർ ബൈൻഡിങ് പ്രോപ്പർട്ടി. പുവർ ബൈൻഡിങ് പ്രോപ്പർട്ടി ആയിരിക്കും ഈ ലൈമിനുള്ളത്. ഇതിൻ്റെ സെറ്റിങ്ങും സ്ലേക്കിങ്ങും നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സെറ്റ്സ് ആൻഡ് സ്ലേക്സ് വെരി സ്ലോലി. പതുക്കെ മാത്രമേ ഇത് സെറ്റ് ചെയ്യുള്ളൂ, അതുപോലെ തന്നെ സ്ലേക്ക് ചെയ്യുള്ളൂ. So it sets and slake very slowly. So it set and slake very slowly. ഇത് നമ്മൾ not used for superior quality construction. സുപ്പീരിയർ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ഒന്നും നമ്മളിത് ഉപയോഗിക്കാറില്ല, കാരണം ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണ്, അതുപോലെ തന്നെ പുവർ ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ആണ് ഇതിനുള്ളത്. സോ നോട്ട് യൂസ്ഡ് ഫോർ superior construction. superior construction നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. സോ ഇതിൻ്റെ ഇമ്പ്യൂരിറ്റി ഗ്രേറ്റർ ദാൻ 30% ആണ്. ഇറ്റ് സെറ്റ്സ് ആൻഡ് സ്ലേക്ക് വെരി സ്ലോലി. ഓക്കെ, സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമിനകത്ത് നമ്മൾ 3 എണ്ണം കണ്ടു. ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇംപ്യൂർ ലൈം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ബേസ്ഡ് ഓൺ IS 712. IS 712 അനുസരിച്ചിട്ടുള്ള ലൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ IS 712 അനുസരിച്ചിട്ട് ലൈമിനെ 6 ക്ലാസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E ആൻഡ് ക്ലാസ് F. അപ്പോൾ ഈ ഓരോ ക്ലാസ്സിനകത്ത് വരുന്ന ലൈമിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അത് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ബേസ്ഡ് ഓൺ IS 712. അപ്പോൾ ക്ലാസ് A എന്ന് പറയുന്നത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. സോ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആകുമ്പോൾ അത് നമ്മൾ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഡാമ്പ് കണ്ടീഷനിലും സ്ട്രക്ചറൽ കൺസ്ട്രക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈമാണ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. ആൻഡ് ക്ലാസ് B ആണ് സെമി ഹൈഡ്രോളിക് ലൈം. സെമി ഹൈഡ്രോളിക് ലൈം നമ്മൾ സുപ്പീരിയർ മേസൺറി കൺസ്ട്രക്ഷനാണ് ഉപയോഗിക്കുന്നത്. സോ അത് നമ്മൾ ഉപയോഗിക്കുന്നത് സുപ്പീരിയർ മേസൺറി കൺസ്ട്രക്ഷനാണ് നമ്മൾ സെമി ഹൈഡ്രോളിക് ലൈം ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ക്ലാസ് C ഈസ് ഫാറ്റ് ലൈം. പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലാസ് C ഏത് ലൈമാണെന്നുള്ളത്. അതേതാണ്? ഫാറ്റ് ലൈമാണ്. ഫാറ്റ് ലൈം നമ്മൾ പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ക്ലാസ് D ഈസ് ഡോളമൈറ്റ് ലൈം. എന്താണ്? ഡോളമൈറ്റ് ലൈമാണ് ക്ലാസ് D. അത് ഇൻഫീരിയർ ക്വാളിറ്റി പ്ലാസ്റ്ററിങ്ങിനും വൈറ്റ് വാഷിങ്ങിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലാസ് D ഫോർ ഡോളമൈറ്റ് ലൈം. ആൻഡ് ക്ലാസ് E ഈസ് കങ്കാർ ലൈം. ക്ലാസ് E എന്താണ്? കങ്കാർ ലൈമാണ്. അത് നമ്മൾ ഇൻഫീരിയർ മേസൺറി കൺസ്ട്രക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇൻഫീരിയർ മേസൺറി കൺസ്ട്രക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ് ഈസ് ക്ലാസ് F. അതായത് സിലീഷ്യസ് ലൈമാണ്. നമ്മളത് അണ്ടർ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സും ആ ലൈമിൻ്റെ പേര് ഓർക്കുക. ക്ലാസ് A എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം, ക്ലാസ് B സെമി ഹൈഡ്രോളിക് ലൈം, ക്ലാസ് C ഫാറ്റ് ലൈം, ക്ലാസ് D ഡോളമൈറ്റ് ലൈം, ക്ലാസ് E കങ്കാർ ലൈം ആൻഡ് ക്ലാസ് F സിലീഷ്യസ് ലൈം. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ബേസ്ഡ് ഓൺ IS 712. അപ്പോൾ ഇത് ഇത്രയും ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തയാണ് മാനുഫാക്ചറിങ് ഓഫ് ലൈം. മാനുഫാക്ചറിങ് ഓഫ് ലൈം. ഇപ്പം ലൈം മാനുഫാക്ചർ ചെയ്യുന്നതിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. Collection of raw materials. Second one is calcination. And the third one is slaking. So, 3 സ്റ്റെപ്പ് ഉണ്ട് മാനുഫാക്ചറിങ് ഓഫ് ലൈമിൽ. കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്,
കാൽസിനേഷൻ ആൻഡ് സ്ലേക്കിംഗ്. ഈ കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസിനകത്ത് നമ്മൾ കണ്ടു ഫാറ്റ് ലൈം നമ്മൾ പ്യുവർ ലൈം സ്റ്റോണിൽ നിന്നാണ് നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് എടുക്കുന്നത്. എന്നാൽ ഹൈഡ്രോളിക് ലൈം കങ്കാർ ലൈം സ്റ്റോൺ, അതായത് ഇംപ്യൂർ ലൈം സ്റ്റോണിൽ നിന്നാണ്. കങ്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്യൂർ ആണ് കേട്ടോ, ഇംപ്യൂർ ലൈം സ്റ്റോൺ ആണ്, കാരണം അതിൽ ഇംപ്യൂരിറ്റീസ് കൂടുതലാണ്. സോ ഇംപ്യൂർ ലൈം സ്റ്റോൺ ആയ കങ്കാറിൽ നിന്നാണ് ഹൈഡ്രോളിക് ലൈം മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസ് ആയിരിക്കും എടുക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കാൽസിനേഷൻ ആണ്. അപ്പോൾ കാൽസിനേഷൻ ഓഫ് ലൈം, കാൽസിനേഷൻ ചെയ്യാൻ നമുക്ക് ക്ലാമ്പും ഉണ്ട് കില്ലും ഉണ്ട്. ഇതാണ് ക്ലാമ്പ് ആൻഡ് കിൽ. ക്ലാമ്പിലും കാൽസിനേഷൻ ചെയ്യാറുണ്ട്, കില്ലിൽ വെച്ചും കാൽസിനേഷൻ ചെയ്യാറുണ്ട്. ക്ലാമ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, അത് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ക്ലാമ്പ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കിൽ എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രക്ചറാണ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കില്ലിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ കില്ലിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ഇൻ്റർമിറ്റൻറ്റും ഉണ്ട് കണ്ടിന്യൂസ് കില്ലിനും ഉണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കില്ലിനും ഉണ്ട്, കണ്ടിന്യൂസ് കില്ലിനും ഉണ്ട്. ഈ ഇൻ്റർമിറ്റൻറ്റിൻ്റെയും കണ്ടിന്യൂസിനെയും വീണ്ടും രണ്ട് ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് ഫ്ലെയിം കിൽ ആൻഡ് ഫ്ലെയർ കിൽ. അതുപോലെ കണ്ടിന്യൂസിലും കണ്ടിന്യൂസ് ഫ്ലെയിം കില്ലിനുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലെയർ കില്ലിനും ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് കില്ലിനും തമ്മിലുള്ള വ്യത്യാസം, അതായത് നമുക്കിവിടെ നോക്കാനുള്ളത് ഫ്ലെയിം കില്ലിനും ഫ്ലെയർ കില്ലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ കില്ലിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയിം കിൽ. ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയിം കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് കില്ലിനുണ്ടെന്ന് കണ്ടു, ഫ്ലെയിം ആൻഡ് ഫ്ലെയർ കിൽ. അപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയിം കില്ലിനാണ്. സോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ആയിട്ട് ലൈം സ്റ്റോണും ഫ്യൂവലും അറേഞ്ച് ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് പടത്തിൽ കാണാമെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, ഇത് ആദ്യത്തെ ലെയർ, ഇവിടെ ഫ്യൂവൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലൈം സ്റ്റോൺ ഫ്യൂവൽ, ലൈം സ്റ്റോൺ ഫ്യൂവൽ, ലൈം സ്റ്റോൺ ഫ്യൂവൽ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈം സ്റ്റോണും ഫ്യൂവലും അറേഞ്ച് ചെയ്തേക്കുവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ബോട്ടത്തിൽ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവലും ലൈം സ്റ്റോണും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. ആൻഡ് നമ്മൾ ഈ ബോട്ടത്തിൽ നിന്ന് ഇഗ്നിഷൻ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ലൈം കാൽസിനേറ്റ് ചെയ്ത് കിട്ടും. ആ ഒരു പ്രോസസ്സാണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയിം കില്ലിൽ നടക്കുന്നത്. സോ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയിം കില്ലിലാണെങ്കിൽ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ആയിട്ടാണ് ഫ്യൂവലും ലൈം സ്റ്റോണും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കില്ലിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയർ കിൽ. സോ അടുത്തതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയർ കിൽ. സോ നേരത്തെ ഫ്ലെയിം കിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു റഫ് ആർച്ച് കാണാം. ഇതാണ് റഫ് ആർച്ച്. ഈ അറേഞ്ച്മെൻ്റ് ആണ് റഫ് ആർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റഫ് ആർച്ച് ഉണ്ട്. ഈ റഫ് ആർച്ചിന് താഴെയായിട്ട് നമ്മൾ ഫ്യൂവൽ കൊടുത്തിട്ടുണ്ട്, റഫ് ആർച്ചിന് മുകളിലായിട്ട് നമ്മൾ ലൈം സ്റ്റോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഫ്യൂവലും ലൈം സ്റ്റോണും ഫ്ലെയിം കില്ലിനെ പോലെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്യൂവലും ലൈം സ്റ്റോണും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. അതിനെ എന്ത് വെച്ചിട്ട് മറച്ചേക്കുവാണ്, അല്ലെങ്കിൽ എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്, റഫ് ആർച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. എന്നിട്ട് നമ്മളിവിടെ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഈ ഫ്യൂവലിൽ നിന്ന് വരുന്ന ഫ്ലെയിം കാരണം ലൈം സ്റ്റോണ് കാൽസിനേറ്റ് ചെയ്യപ്പെടുന്നു. സോ അതാണ് ഇവിടെ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയർ കിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ബെറ്റർ ക്വാളിറ്റി ലൈം നമുക്ക് തരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്, ഇൻ്റർമിറ്റൻറ്റ് ഫ്ലെയർ കില്ലിനാണ് ബെറ്റർ ക്വാളിറ്റി ലൈം തരുന്നത്. കാരണം എന്താണ്, ഇവിടെ ലൈം സ്റ്റോണും ഫ്യൂവലും ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല. സോ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ബെറ്റർ ക്വാളിറ്റി ലൈം കിട്ടുന്നത് ഏത് കില്ലിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ഫ്ലെയർ കില്ലിനാണ്. ഫ്ലെയിമിനകത്ത് രണ്ടും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് പൊടിക്കുമ്പോൾ അതിനകത്ത് ആഷസ് കൂടി മിക്സ് ആയി വരും. സോ അതുകൊണ്ട് ഫ്ലെയർ കില്ലിനാണ് ബെറ്റർ ക്വാളിറ്റി ലൈം
കിട്ടുന്നത്. സോ അത് റഫ് ആർച്ച് വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. സോ ഇതാണ് കാൽസിനേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സ്ലേക്കിംഗ് നമ്മൾ കണ്ടു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സ്ലേക്കിംഗ് ആയിരുന്നു. സ്ലേക്കിങ്ങിൽ നമ്മൾ കണ്ടായിരുന്നു സ്ലേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ കൺവേർട്ട് ചെയ്തിട്ടും സ്ലേക്ക് ചെയ്യാം, പൗഡർ ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ടും നമുക്ക് സ്ലേക്ക് ചെയ്യാം. സോ പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ നമ്മൾ 2.5 to 3 times ഓഫ് ലൈം വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ 10 മിനിറ്റ് വെക്കുമ്പോൾ അത് സ്ലേക്ക് ചെയ്ത് കിട്ടും. ഓക്കെ, പൗഡർ ഫോമിലാണെങ്കിൽ ലൈം സ്റ്റോണിനെ നമ്മൾ 50 mm പീസസ് ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ അതിനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് വെക്കും. അപ്പം അങ്ങനെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് സ്ലേക്കിങ്ങിന് 2 മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സ്ലേക്കിംഗ് ടു പേസ്റ്റ് ഫോമും സ്ലേക്കിംഗ് ടു പൗഡർ ഫോമും. അങ്ങനെ 2 മെത്തേഡ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞേക്കുക. ഓക്കെ, സോ ഇത്രയാണ് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. And the last one is test on lime. അവസാനത്തെ ടോപ്പിക്കാണ് ടെസ്റ്റ് ഓൺ ലൈം. ടെസ്റ്റ് ഓൺ ലൈം. സോ ടെസ്റ്റ് ഓൺ ലൈമിൽ നമുക്ക് ആദ്യത്തെ ടെസ്റ്റാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്. അപ്പം അതിനകത്ത് നമ്മുടെ ഫാറ്റ് ലൈം ആണെങ്കിൽ അതിന് എന്ത് കളറായിരിക്കും? വൈറ്റ് കളറായിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കളറിൻ്റെ ഇത് ടെസ്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഫാറ്റ് ലൈമിന് വൈറ്റ് കളറായിരിക്കും. ആൻഡ് ഹൈഡ്രോളിക് ലൈമിന് ഗ്രേ കളറാണ്. ഹൈഡ്രോളിക് ലൈമിന് എന്ത് കളറാണ്? ഗ്രേ കളറാണ്. ആൻഡ് ഇംപ്യൂർ ലൈമിന് മഡി വൈറ്റ് കളറാണ്. മഡി വൈറ്റ് കളറാണ്. മഡി വൈറ്റ് കളറാണ്. സോ ഇതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റിനകത്ത് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടെസ്റ്റ് ഈസ് ഹീറ്റ് ടെസ്റ്റ്. രണ്ടാമത്താണ് ഹീറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ഹീറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിറ്റർമിൻ അല്ലെങ്കിൽ ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് ലൈം. അപ്പോൾ ഈ ടെസ്റ്റ് വഴി ലൈമിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി ലൈം ആയിരിക്കും. സോ ലൈമിൻ്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഹീറ്റ് ടെസ്റ്റ്. അതായത് ഇതിനകത്ത് പറയുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കൂടുതലാണെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി ലൈം ആയിരിക്കും. അതൊരു ഗുഡ് ക്വാളിറ്റി ലൈം ആയിരിക്കും. അതാണ് ഹീറ്റ് ടെസ്റ്റിനകത്ത് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടെസ്റ്റ് ഈസ് ആസിഡ് ടെസ്റ്റ്. അടുത്ത ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റ്. സോ ആസിഡ് ടെസ്റ്റിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈലൂട്ടഡ് HCl ആണ് ഉപയോഗിക്കുന്നത്. ഇതും ക്വാളിറ്റി ഓഫ് ലൈം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റും. സോ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ലൈം നമ്മൾ ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് റെസിഡ്യൂ ഉണ്ടെങ്കിൽ അതൊരു ഗുഡ് ലൈം ആയിരിക്കില്ല. സോ ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HCl ഈസ് യൂസ്ഡ്. ക്വാളിറ്റി ഓഫ് ലൈമാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. HCl ആണ് യൂസ് ചെയ്യുന്നത്. If residue is present, not a good quality lime. Residue ഉണ്ടെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി ലൈം ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടെസ്റ്റ് ഈസ് ബോൾ ടെസ്റ്റ്. ബോൾ ടെസ്റ്റ്. ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡൺ ടു ഇവാലുവേറ്റ് വെദർ ഇറ്റ് ഈസ് ക്ലാസ് സി ഓർ ക്ലാസ് ബി ലൈം. ക്ലാസ് സി ലൈമാണോ അതോ ക്ലാസ് ബി ലൈമാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ബോൾ ടെസ്റ്റ് ഈസ് ഡൺ ടു ഇവാലുവേറ്റ് വെദർ ഇറ്റ് ഈസ് ക്ലാസ് സി or class B lime.
ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് സി ലൈം ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈമിനെ എടുത്ത് 40 mm സൈസുള്ള ബോൾസ് ആക്കി മാറ്റും. ലൈം ബോൾസ് ഉണ്ടാക്കും. ലൈം നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് 40 mm സൈസുള്ള ബോൾസ് ആക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ 6 hours ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. 6 hours ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. എന്നിട്ട് ഈ ബോൾസിനെ നമ്മൾ 6 മണിക്കൂർ വെള്ളത്തിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുമ്പോൾ ഈ ബോൾസ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷനോ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് സി ലൈമാണ്. സോ 6 മണിക്കൂർ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ബോൾസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷൻ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ, എക്സ്പാൻഡ് ചെയ്തുമ്പം അതിനകത്ത് ക്രാക്സ് വീഴത്തില്ലേ, അതാണ് ഡിസൻറ്റഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കാണിക്കുവാണെങ്കിൽ അത് ക്ലാസ് സി ലൈം, കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ക്ലാസ് ബി ലൈമാണ്. സോ ഇഫ് എക്സ്പാൻഷൻ ഈസ് ദെയർ, അതെന്താണ്, ക്ലാസ് സി ലൈമാണ്. ഇഫ് എക്സ്പാൻഷൻ ഈസ് നോട്ട് ദെയർ, എക്സ്പാൻഷൻ ഇല്ലെങ്കിൽ അതെന്താണ്, ക്ലാസ് ബി ലൈമാണ്. ഓക്കെ, സോ ഇത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4 ടെസ്റ്റ് കണ്ടു: ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്, ഹീറ്റ് ടെസ്റ്റ്, ആസിഡ് ടെസ്റ്റ് ആൻഡ് ബോൾ ടെസ്റ്റ്. സോ ദീസ് ആർ ദ ടെസ്റ്റ് ഫോർ ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ലൈമിനകത്ത് നോക്കുന്ന, ലൈം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഇത്രയും ആണ് നമുക്ക് ഈ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് PYQ കൂടി ഒന്ന് നോക്കാം. ദ ലൈം വിച്ച് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് സെറ്റിംഗ് ഇൻ വാട്ടർ. വെള്ളത്തിൽ സെറ്റ് ചെയ്യാൻ കഴിവുള്ള ലൈം ഏതാണ്? നമ്മൾ കണ്ടു, ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ഹൈഡ്രോളിക് ലൈമാണ് എന്തെന്ന് പറയുന്നത്, വെള്ളത്തിൽ സെറ്റ് ചെയ്യുന്ന ലൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഹൈഡ്രോളിക് ലൈം. സോ ഇത്രയാണ് ലൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ലൈം എന്ന് പറയുന്ന ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.